ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഞ്ചൽ തപാൽ ഓഫീസായ ബസാർ പോസ്റ്റ് ഓഫീസ്. 1882 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ച ഈ പോസ്റ്റ് ഓഫീസിനാണ് പൂട്ടിടാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നത്. രാജ്യം സ്വതന്ത്രമാകുന്നതിനു മുൻപേ സ്ഥാപിതമായ പോസ്റ്റ് ഓഫീസ്. അന്നുമുതൽ ഇന്നുവരെ എല്ലാ ചരിത്രത്തോടും ചേർന്ന് നിന്ന ബസാർ പോസ്റ്റ് ഓഫീസിനെ ചരിത്രത്താളുകളിലേക്ക് കണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ആ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ്. നമ്മുടെ ആലപ്പുഴയുടെ ഒരു പൈതൃകം തന്നെ നിലനിർത്തുന്ന ഒരു പോസ്റ്റ് ഓഫീസ് കൂടിയാണ്. അഞ്ചൽ പോസ്റ്റ് ഓഫീസ് എന്നാണ് ആദ്യം അറിയപ്പെട്ടത്. പിന്നെ അതിനുശേഷം നമുക്ക് പോസ്റ്റ് ഓഫീസ് എല്ലായിടവും നിലവിൽ വന്നപ്പോഴത്തേക്ക് അത് പോസ്റ്റ് ഓഫീസായിട്ട് മാറുകയാണ് ഇത്. പിന്നെ ആ തീരദേശ പ്രദേശത്തുള്ളവർക്ക് എല്ലാവരുടെയും ഒരു ആശ്രയമാണ്. 5 വാർഡ് ചേർന്നതാണ് ഈ പോസ്റ്റ് ഓഫീസ് നിലനിൽക്കുന്നത്. മെയിനായിട്ടുള്ള എല്ലാ ഓഫീസുകളും ഇതിന്റെ കീഴിലാണ് വരുന്നത്. ഒത്തിരി പേർക്ക് ആശ്രയമായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് ബസാർ പോസ്റ്റ് ഓഫീസ്. ഞങ്ങളിൽ നിന്ന് അടുത്ത തലമുറ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും ഞങ്ങൾ ചെയ്തിരിക്കും. ബസാർ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അഞ്ചൽ പെട്ടി ഈ അടുത്ത കാലത്താണ് പോസ്റ്റൽ സൂപ്രണ്ടന്റ് ഓഫീസിലേക്ക് മാറ്റിയത്. കെട്ടിട വാടക സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബസാർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലായിരുന്നു. ആലപ്പുഴ പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം, ബിഷപ്പ് ഹൌസ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പ്രധാന സ്ഥാപനങ്ങൾ ബസാർ തപാൽ ഓഫീസിന്റെ പരിധിയിലുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ബസാർ പോസ്റ്റ് ഓഫീസിന് പൂട്ടിടാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. ചരിത്രമുറങ്ങുന്ന ബസാർ പോസ്റ്റ് ഓഫീസിനെ വിസ്മൃതിയിലേക്കാഴ്ത്താൻ അനുവദിച്ചുകൂടാ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന വരും തലമുറയുടെ ചോദ്യത്തിനു മുമ്പിലെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ബസാർ പോസ്റ്റ് ഓഫീസ് ഇവിടെ വേണം. ക്യാമറമാൻ എസ് അജിത്തിനൊപ്പം ആലപ്പുഴയിൽ നിന്നും അനഘ ഹർഷൻ, റിപ്പോർട്ടർ.